ഹലോ, നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണിത്. ആദ്യം തന്നെ നമ്മളിത് ഇതുപോലെ ബോൾ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ബേസായിട്ട് ഒരു ലെയർ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ബോൾ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു നോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗം ഇങ്ങനെ ഇളകി പോകത്തൊന്നുമില്ല, അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ റൈസ് ബീഡാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു വി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രൈഡൽ ബ്ലൗസൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു ബേസായിട്ടൊരു 3 ലെയറൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കുറച്ച് വീതിക്ക് ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് കുറഞ്ഞ ചിലവിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. ബിഗിനർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത്. നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നീഡിൽ നമ്പർ 12 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആക്കി എടുത്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിപ്പ് സ്റ്റോൺ ആണ്. അപ്പം ആ ഒരു സ്റ്റോൺ ഇതുപോലെ ആ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം സിമ്പിളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു സ്റ്റെപ്പ് വരെ വെച്ച് നിർത്താം കേട്ടോ. ഇങ്ങനെ ചെയ്താലും ഈ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതല്ല കുറച്ചും കൂടി ഒരു ലുക്ക് വേണം എന്നാണെങ്കിൽ നമുക്ക് ബാക്കിയും കൂടി ചെയ്യാവുന്നതാണ്. നേരത്തെ വെച്ച് കൊടുത്ത ആ ഒരു ക്ലിപ്പ് സ്റ്റോണിന് നമ്മൾ ആ ഒരു ഫ്രെയിം കവറാവുന്ന രീതിക്ക് ഒരു 4 ഷുഗർ ബീഡാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ക്ലിപ്പ് സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ച് ഈ ഷുഗർ ബീഡിൻ്റെ എണ്ണവും മാറും. ഏത് സൈസാണോ എടുക്കുന്നത് ഇതിങ്ങനെ വച്ച് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് ഇങ്ങനെ ഒരു വി ഷേപ്പിന് ഈ ഷുഗർ ബീഡ് അതിനൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുക്കുക. ഞാനിവിടെ ഒരു മെഹന്തി ഗോൾഡ് കളർ ഷുഗർ ബീഡ്സാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ ഒരു കളർ എടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു 2 ക്ലിപ്പ് സ്റ്റോണിൻ്റെ ആ ഒരു ഇടയിൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഹാഫ് ബീഡും ഒരു ഷുഗർ ബീഡും അങ്ങനെ രീതിക്ക് അതൊന്ന് അവിടെ ഫിക്സ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സ്ലീവിലും നമ്മൾ ഈ സെയിം നെക്കിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ സ്പ്രെഡ് വർക്ക് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ്സും നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.